ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവൊക്കെ ആകാറായില്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വിഷു ക്രാഫ്റ്റ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്നൊരു കണിക്കൊന്ന ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ശരിക്കും ഒറിജിനാലിറ്റി ഒക്കെ തോന്നുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനിവിടെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്കിതൊന്ന് കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കണം ഇതിൽ നിന്ന്. അപ്പോൾ ഇതാ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ എന്നിട്ട് നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതാ ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനിയിപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇവിടെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ ഒരു പെറ്റൽ മാറ്റിയതിന് ശേഷം ബാക്കി രണ്ട് പെറ്റലും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പെറ്റൽ കുറച്ച് താഴത്തോട്ടാക്കി വെച്ചിട്ട് ബാക്കി രണ്ട് പെറ്റലും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു പെറ്റലിൽ കുറച്ച് താഴ്ന്ന് ശരിക്കും കണിക്കൊന്നയുടെ ഒരു പൂവ് വെച്ചാൽ എല്ലാ പെറ്റലും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് താഴ്ത്തി നിൽക്കാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫ്ലോറൽ വയർ എടുക്കാം. അതിന് ഞാനിവിടെ പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കേട്ടോ അതിന് ചുറ്റി കൊടുക്കുന്നത്. നമുക്ക് പച്ച കളർ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഫ്ലോറൽ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയെടുത്താലും മതി. പക്ഷെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റില്ല ഫ്ലോറൽ ടൈപ്പ് ആകുമ്പോൾ. ഇതാകുമ്പോഴത്തേനും നമുക്ക് വെള്ളത്തിലൊക്കെ മുട്ടിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇതുപോലെ ഞാൻ അങ്ങോട്ട് ചുറ്റിയെടുത്തു. ഇനി അതിൻ്റെ സെൻറ്ററിലൊരു കുഞ്ഞു പീസും കൂടെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു കുഞ്ഞു പീസ് എടുത്തത് പോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ നേരത്തെ നമ്മൾ ചുറ്റിയെടുത്തില്ലേ അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കുറച്ച് താഴോട്ടാട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഏറ്റവും മേളിലല്ല, കുറച്ച് ഇത് വിട്ടിട്ട്. കാരണം കൊന്നപ്പൂവിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഗ്രീൻ കളറ് സാധനമില്ലേ, അപ്പം അതുപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ഞാൻ പൂവിൻ്റെ സെൻറ്ററിലൊരു ഹോൾസ് ആക്കിയിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മേളിൽ കുറച്ച് ഗ്ലൂ ആക്കി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് നമുക്കൊന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു കണിക്കൊന്നയുടെ പെറ്റലൊക്കെ ഒന്ന് താഴ്ന്നിട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ സെൻറ്ററിലുള്ളതൊന്നും ഇങ്ങനെ കുറച്ചൊന്ന് ബെൻഡായിട്ടല്ലേ ഉണ്ടാവും. ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബഡ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കോട്ടൺ എടുത്തിട്ട് പ്ലാസ്റ്റിക് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മാക്കാനായിട്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചുറ്റിയെടുക്കും. നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളകിപ്പോയാലോ എന്ന് വെച്ച് നൂല് വെച്ച് ടൈറ്റായിട്ട് കെട്ടി കൊടുത്തതിന് ശേഷമാണ് ഞാനതിന് ചുറ്റിയെടുക്കുന്നത്. പിന്നെ നമുക്ക് അധികം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടാവും. ഇനിയിപ്പോൾ നമുക്കതിന് നേരത്തെ പോലെ തന്നെ പച്ച ഇതുപോലെ എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ പീസ് എടുത്തിട്ട് അതിന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ബഡ്സ് ചെറുത്തും വലുതും അങ്ങനെ കുറച്ച് ചെയ്തെടുക്കണം. കണ്ടോ? ഫ്ലവേഴ്സും അങ്ങനെ തന്നെ നമ്മൾ ചെറുത്തും വലുതും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനൊരു 2-3 ഗ്രീൻ കളറിലും ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ചെണ്ണം യെല്ലോ കളറിലും ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സും അങ്ങനെ ചെറുതും ഉണ്ട് വലുതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു വയർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനതിൻ്റെ ബഡ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇത്രയും പോലെ ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും വലിയ ഫ്ലവേഴ്സ് കണ്ടോ. അപ്പം നമ്മുടെ കണിക്കൊന്ന ഇവിടെ റെഡിയായി. അപ്പോൾ ഫ്ലോറൽ വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണിക്കൊന്നയുടെ ആ ഒരു പഞ്ചസിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ കണ്ടില്ലേ,
അപ്പോൾ ശരിക്കും ഒറിജിനലിനെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഫ്ലവർ കണിക്കൊന്ന തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.